ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വൽ ആലി കുല്ലിൻ വസ്സഹാബ അജ്മഈൻ അമ്മാ ബഅദ്. ഈമാനും കുഫറും തമ്മിലുള്ള വേർതിരിവിനെക്കുറിച്ച് ചില പ്രധാന കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം സുന്നത്തും ബിദ്അത്തുമായുള്ള വേർതിരിവിനെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളാണെന്ന് ബില്ലറൂറ അഥവാ നിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്ന ബിദ്അത്ത് കുഫ്ർ തന്നെയാണെന്നും അത്തരം ബിദ്അത്തുള്ളവൻ മുസ്ലിമല്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബില്ലറൂറ അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന, എന്നാൽ അതോടൊപ്പം അഹ്ലുസുന്നക്ക് വിരുദ്ധമായ വിശ്വാസമുള്ള മുബ്തദിഇനെ കുറിച്ച് അവൻ മുസ്ലിം അല്ലെന്ന് വിധി പറഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ലറൂരിയാത്തിൽപ്പെട്ട കാര്യങ്ങളെയൊന്നും നിഷേധിക്കാത്ത മുബ്തദിഇ മുസ്ലിമല്ല എന്ന് വിധിക്കപ്പെടുന്നില്ലെങ്കിലും അവന്റെ ബിദ്അത്ത് ഇസ്ലാം അല്ല എന്നത് മനസ്സിലാക്കിയേ പറ്റൂ. അഥവാ മുബ്തദിഇ മുസ്ലിമാണെങ്കിലും അവന്റെ ബിദ്അത്ത് ഇസ്ലാം അല്ല. സുന്നത്ത് ജമാഅത്തും അതിന് വിരുദ്ധമായ ബിദ്അഈ വിശ്വാസങ്ങളും എല്ലാം വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിവിധ മാർഗങ്ങളായി മനസ്സിലാക്കിയ ചിലരുണ്ട്. അഥവാ സുന്നത്ത് ജമാഅത്തും അതിന് വിരുദ്ധമായ ബിദ്അഈ ചിന്താധാരകളും എല്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ വിവിധ രൂപങ്ങളും വിവിധ മാർഗങ്ങളുമാണ് എന്നാണ് ചിലരുടെ ധാരണ. ഇത് പൂർണ്ണമായും തെറ്റാകുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും മുഖേന മുസ്ലിം പാരമ്പര്യത്തിലൂടെ പകർന്നു ലഭിച്ചിട്ടുള്ളതുമായ യഥാർത്ഥ ദീനുൽ ഇസ്ലാം സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ അസ്ഹാബുകളും നിലകൊണ്ട മാർഗം, അതുൾക്കൊള്ളുന്ന അഹ്ലുസുന്ന അവര് മാത്രമാണ് വിജയികളെന്നും അവര് മാത്രമാണ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവരെന്നും സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയതാണല്ലോ. അപ്പോൾ മുബ്തദിഇനെ കുറിച്ച് കുഫ്ർ ഹുക്ം ചെയ്യപ്പെടുന്നില്ലെങ്കിലും അവന്റെ ബിദ്അത്ത് ഇസ്ലാമിന്റെ ഒരു രൂപമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിലെ അംഗീകൃതമായൊരു റൂട്ടാണ് എന്നൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. സത്യത്തിൽ ഇസ്ലാമിക തത്വങ്ങളോടുള്ള വിയോജിപ്പ്, ഇസ്ലാമിനോടുള്ള മുഖാലഫത്ത് വ്യത്യസ്ത രൂപങ്ങളിൽ ഉണ്ട്. അനിഷേധ്യമായി അറിയപ്പെട്ട അഥവാ ലറൂരിയാത്തുകളായ കാര്യത്തിലാണ് മുഖാലഫത്തെങ്കിൽ അത്തരം മുഖാലഫത്ത് കുഫ്ർ ആണ്. ലറൂരിയാത്തായ അനിഷേധ്യമായ കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ തത്വങ്ങളും നിർദ്ദേശങ്ങളുമായി വിയോജിക്കാതെ അതിനപ്പുറമുള്ള കാര്യങ്ങളിൽ വിയോജിക്കുമ്പോൾ അത് കുഫ്ർ ആണ് എന്ന് ഹുക്ം ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രം. എന്നതിന്റെ അർത്ഥം ആ വിയോജിപ്പ്, ആ മുഖാലഫത്ത്, സുന്നത്തിന് വിരുദ്ധമായ ആ ബിദ്അത്ത് ഇസ്ലാം ആണെന്നല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസ നിലപാടുകളാകുന്ന ബിദ്അത്ത് ഇസ്ലാമാണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതാണെന്നോ ഒരിക്കലും മനസ്സിലാക്കിക്കൂടാ. ബിദ്അത്തുകൾ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കും പാഠങ്ങൾക്കും വിരുദ്ധമാണ്. അതിനാലാണ് ബിദ്അത്ത് നരകശിക്ഷയ്ക്ക് കാരണമായത്.
കുല്ലുഹും ഫിന്നാർ, അഹ്ലുസുന്നയുമായി വിശ്വാസങ്ങളിൽ വിയോജിപ്പുള്ള ബിദ്ഈ കക്ഷികളെല്ലാം നരകത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുബ്തദിഇ മുസ്ലിം അല്ല എന്ന് ഹുക്മ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും ബിദ്അത്ത് ഇസ്ലാം ആണ് എന്ന് പറഞ്ഞുകൂടാ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന അർത്ഥത്തിൽ, നരകശിക്ഷയ്ക്ക് കാരണമായി അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന അർത്ഥത്തിൽ ബിദ്അത്ത് അനിസ്ലാമികമാണ്, അത് ഇസ്ലാം അല്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം അത് മാത്രമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും മുഖേന പകർന്നു കിട്ടിയ ശരിയായ വിശ്വാസം. അപ്പൊ മുബ്തദിഇ മുസ്ലിമാണ്, പക്ഷെ അവന്റെ ബിദ്അത്ത് ഇസ്ലാം അല്ല. ഈ കാര്യം ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മദ്യപാനം കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം അല്ല, അവൻ അമുസ്ലിമായിരിക്കുന്നു എന്ന് വിധിക്കപ്പെടുകയില്ലല്ലോ. ഇവിടെ നമുക്ക് ഉദാഹരണമായ രണ്ട് വ്യക്തികളെ എടുക്കാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസങ്ങളിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി വിശ്വസിക്കുന്ന രണ്ടുപേർ. ഒരാൾ മദ്യം ഉപയോഗിക്കാത്ത മുസ്ലിം, മറ്റൊരാൾ മദ്യം കുടിക്കുന്ന മുസ്ലിം. ഇവിടെ മദ്യം കുടിക്കാത്ത, മദ്യം ഉപയോഗിക്കാത്ത, മദ്യം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവനും മുസ്ലിമാണ്, മദ്യം കുടിക്കുന്നവനും മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മദ്യപാനം എന്നതും മദ്യം ഉപേക്ഷിക്കുക, വർജിക്കുക എന്നതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിലെ അംഗീകൃതമായ രണ്ട് റൂട്ടുകളാണ് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയമായി പഠിപ്പിച്ചിട്ടുള്ളത് മദ്യപാനം ഉപേക്ഷിക്കണം എന്ന ഏക നിലപാടാണ്. മദ്യം വർജിക്കണം, മദ്യം ഉപേക്ഷിക്കണം, അതാണ് ഇസ്ലാം. മദ്യം കുടിക്കാം, മദ്യം ഉപയോഗിക്കാം എന്നത് ഇസ്ലാം അല്ല. പക്ഷേ മദ്യം കുടിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം അല്ല എന്ന് വിധി പറയുന്നില്ലെന്ന് മാത്രം. അഥവാ ബിൽദറൂറ, അനിഷേധ്യമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളാണെന്നറിയപ്പെട്ട കാര്യങ്ങളിലെല്ലാം അതെല്ലാം സത്യമാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന വിശ്വാസം പൂർണ്ണമായി ഒരാൾക്കുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനനുസൃതമായ കർമ്മങ്ങളും രൂപപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസം കൃത്യമായി അവന്റെ മനസ്സിൽ ആ വിശ്വാസം ദൃഢമാണെങ്കിൽ പ്രവർത്തന രംഗത്ത് ആ വിശ്വാസത്തോട് 100% കൂറ് പുലർത്താൻ കഴിയാതെ അബദ്ധം സംഭവിച്ചു, പാപങ്ങൾ സംഭവിച്ചു എന്നതുകൊണ്ട് മാത്രം അവൻ മുസ്ലിമല്ല എന്ന് വിധി പറയപ്പെടുന്നില്ല. അപ്പൊ മദ്യപാനം തെറ്റാണ്, നിഷിദ്ധമാണ്, പാപമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി നിരോധിച്ചതും നരകശിക്ഷയ്ക്ക് കാരണമാണ് എന്ന അർത്ഥത്തിൽ മദ്യപാനം അനിസ്ലാമികമാണെന്ന് തന്നെ പറയാം. അതേസമയം മദ്യപാനം കൊണ്ട് മാത്രം മുസ്ലിമല്ല എന്നൊരാളെക്കുറിച്ച് ഹുക്മ് പറഞ്ഞുകൂടാ, വിധി പറഞ്ഞുകൂടാ. അപ്പൊ ഇവിടെ മദ്യപാനിയായ മുസ്ലിം, അവൻ മുസ്ലിമാണ്, പക്ഷെ അവന്റെ മദ്യപാനം ഇസ്ലാം അല്ല. അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങളിലുള്ള വിഷ്ണുവോട് വിശ്വാസപരമായ വിയോജിപ്പും വിരുദ്ധതയും വരാത്തത് കൊണ്ട് അവൻ മുസ്ലിമാണ്. പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മദ്യം ഉപേക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ നിലപാട് മാത്രമാണ്. മദ്യം കുടിക്കുക, മദ്യം കുടിക്കാം എന്നത് മുത്തനബിയുടെ പാഠങ്ങളിലുള്ളതല്ല. അതാണ് മദ്യപാനി മുസ്ലിമാണ്, പക്ഷെ മദ്യപാനം ഇസ്ലാമിന്റെ ഒരു മാർഗമാണ്, മുത്തനബി അംഗീകരിച്ചതാണെന്ന് പറയാൻ പറ്റില്ല. എന്നതുപോലെ തന്നെ മുബ്തദി അവൻ മുസ്ലിമാണ് എന്ന് വന്നാലും അവന്റെ ബിദ്അത്ത് ഇസ്ലാം അല്ല. മുബ്തദിയെ കുറിച്ചും ബിദ്അത്തിനെ കുറിച്ചും
നമ്മുടെ മുതഅല്ലിമുകൾക്ക്, വിദ്യാർത്ഥികൾക്ക്, മറ്റുള്ളവർക്കും ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു വിഷയം കൃത്യമായി നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ചിലരെങ്കിലും അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും സുന്നത്യമായത്തും ബിദഈ വിശ്വാസങ്ങളുമെല്ലാം ഇസ്ലാമിന്റെ പല റൂട്ടുകളാണ്, എല്ലാം ഇസ്ലാമിന്റെ ഭാഗങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അവരും മുസ്ലിങ്ങളല്ലേ എന്ന ചോദ്യത്തിൽ നിന്ന് ചിലർ അവർ പറയുന്നതും അവരുടെ വിശ്വാസവും ഇസ്ലാമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അനിഷേധ്യമായ ലറൂരിയായ കാര്യങ്ങൾ വിശ്വസിക്കുന്ന കാരണം കൊണ്ട് അവരെ മുസ്ലിമായി അംഗീകരിക്കപ്പെടുന്നു. അതിനപ്പുറമുള്ള വിയോജിപ്പുകളിൽ അഹ്ലുസുന്നയോടുള്ള വിയോജിപ്പുകളും അഹ്ലുസുന്നയോട് വിരുദ്ധമായ രൂപത്തിലുള്ള അവരുടെ വിശ്വാസങ്ങളും തീർച്ചയായും തെറ്റാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. പക്ഷേ സുന്ന ബിദ്അ എന്ന വേർതിരിവ് കൊണ്ട് മാത്രം മുസ്ലിം അല്ല എന്ന് വിധി പറയപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ബിദ്അത്തിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഫിസ്കിനെ കുറിച്ചും ചിലത് പറയുകയാണ്. വിശ്വാസപരമായ മഹാപാപമാണ് ബിദ്അത്ത്, എന്നാൽ കർമ്മപരമായ മഹാപാപമാണ് ഫിസ്ക്. അഥവാ വിശ്വാസത്തിൽ തെറ്റ് സംഭവിച്ചവനാണ് മുബ്തദി. കർമ്മങ്ങളിൽ തെറ്റ് സംഭവിച്ചവനെ കുറിച്ചാണ് ഇസ്ലാമിക നിയമങ്ങളിൽ ഫാസിഖ് എന്ന് പറയുന്നത്. അൽ ബിദ്അത്തു കബീറത്തുൻ ഇഅ്തിഖാദിയ്യ ഫൽ മുബ്തദിഉ സാഹിബു കബീറത്തിൻ ഇഅ്തിഖാദിയ്യ അല്ലത്തി ഹിയൽ ബിദ്അ വൽ ഫാസിഖു സാഹിബുൽ കബീറത്തിൽ അമലിയ്യ അവിൽ ഇസ്റാരി അലാ സ്വഗായിറ അമലിയ്യ മഅ ആദിമി വലബത്തി ഹസനാത്തി. വിശ്വാസപരമായ മഹാപാപമായ ബിദ്അത്ത് വിശ്വസിക്കുന്നവനാണ് മുബ്തദി, അഹ്ലുസുന്നക്ക് വിരുദ്ധമായ പുത്തൻവാദി. എന്നാൽ കർമ്മപരമായ കാര്യങ്ങളിൽ കർമ്മപരമായ വൻദോഷം ചെയ്തവൻ ഫാസിഖാണ്. അപ്രകാരം തന്നെ സൽക്കർമ്മങ്ങൾ കൂടുതലില്ലാതെ ചെറുദോഷങ്ങൾ പ്രവർത്തിച്ചവനും ഫാസിഖാണ്. പാപങ്ങളെക്കാൾ സൽക്കർമ്മങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ചെറുദോഷങ്ങൾ കൊണ്ടൊരാൾ ഫാസിഖാവുക ആയിത്തീരുകയില്ല. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ബിദ്അത്തും ഫിസ്കും രണ്ട് തന്നെയാണ്. ഫിസ്കിന്റെ നിർവചനത്തിൽ പരിഗണിക്കപ്പെടുന്ന പാപങ്ങൾ കബായിറുകൾ, കർമ്മങ്ങളിലുള്ള പാപങ്ങളാണെന്നും വിശ്വാസപരമായ മഹാപാപമായ ബിദ്അത്ത് അല്ലെന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി അല്ലാമ അബ്ദുൽ ഹമീദ് ഷിർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹാഷിയത്തു തുഹ്ഫ 10/213 പറയുന്നത് കാണാം. ഫിസ്ഖിന്റെ നിർവചനം ഫാസിഖിനെ കുറിച്ച് വിശദീകരിക്കുന്ന ചർച്ചയിൽ വൽ മുറാദു ബിഹാ ബിഖരീനത്തി തആരീഫിൽ ആതിയ വൈറുൽ കബായിരിൽ ഇഅ്തിഖാദിയ്യ അല്ലത്തി ഹിയൽ ബിദ്അ. ഫാസിഖിന്റെ നിർവചനത്തിൽ ഫാസിഖിന്റെ വിവക്ഷയിൽ പരിഗണിക്കപ്പെടുന്ന പാപങ്ങൾ കബായിറുകൾ വിശ്വാസപരമായ മഹാപാപമായ ബിദ്അത്ത് അല്ല, കർമ്മപരമായ പാപങ്ങളാകുന്നു അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തെറ്റായ വിശ്വാസം സ്വീകരിച്ചവനെ കുറിച്ചാണ് മുബ്തദി എന്ന് പറയുന്നത്. സുന്നിയുടെ ഖസീമായ, സുന്നിയുടെ നേരെ വിപരീതമായ മുബ്തദി, അതിന്റെ വിവക്ഷ തെറ്റായ വിശ്വാസം ഉൾക്കൊള്ളുന്നവൻ എന്നാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസങ്ങളുമായി വിരുദ്ധമായ വിശ്വാസം ഉൾക്കൊള്ളുന്നവൻ എന്നാണ്. അപ്പൊ തെറ്റായ വിശ്വാസം സ്വീകരിച്ചവനാണ് മുബ്തദി. അതേസമയം കർമ്മങ്ങളിൽ തെറ്റ് സംഭവിച്ചവനാണ് ഫാസിഖ്. മുബ്തദീനെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അയിമ്മത്തുകൾ ചിലപ്പോൾ ഫാസിഖ് എന്ന് പറയാറുണ്ട്. നിരവധി വിധികൾ
ധാരാളം വിധികളിൽ മുബ്തദിയും ഫാസിഖും തുല്യരാണ് താനും. എന്നാലും കർമ്മശാസ്ത്രത്തിൽ ബിദ്അത്തും ഫിസ്കും രണ്ടും രണ്ട് തന്നെയാണ്. മുബ്തദികളും ഫാസിഖും വ്യത്യസ്ത വിഭാഗങ്ങളാണ്. നമ്മുടെ ആലിമീങ്ങളുടെ മുതഅല്ലിംകളുടെ ഭാഷയിൽ മുബ്തദിയും ഫാസിഖും തമ്മിലുള്ള ബന്ധം നിസ്ബ ഉമൂമു ഖുസൂസ് മിൻ വജ്ഹാണെന്ന് പറയാം. രണ്ടും തമ്മിൽ ഭാഗികമായി ഒത്തുചേരുകയും ഭാഗികമായി വേർപിരിയുകയും ചെയ്യും. ചില ഫാസിഖ് മുബ്തദി ആണ്, ചില മുബ്തദി ഫാസിഖാണ്. എന്നാൽ ചില ഫാസിഖ് മുബ്തദി അല്ല, ചില മുബ്തദി ഫാസിഖ് അല്ല. മദ്യപാനിയായ സുന്നി അവൻ ഫാസിഖാണ്, മുബ്തദി അല്ല. കർമ്മപരമായ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത പുത്തൻവാദി, അഹ്ലുസുന്നയുടെ വിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവൻ മുബ്തദി ആണ്, ഫാസിഖ് അല്ല. എന്നാൽ മദ്യപാനിയായ ഒരു പുത്തൻവാദി മുബ്തദിയും ഫാസിഖും ആണ്. ബിദ്അത്തും ഫിസ്കും രണ്ടാണെന്ന കാര്യം കർമ്മശാസ്ത്ര ഇമാമുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫ 968 പറയുന്നു, വയുഖദു മിൻ ഖൗലിഹിം വലാ യഫ്സുഖൂന അന്നാ ലാ നുഫസ്സിഖു സായിറ അൻവാഇൽ മുബ്തദിഅ الذين لا يكفرون ببدعتهم ويؤيده ما يأتي من قبول شهادتهم. മുബ്തദികൾ നിരുപാധികം അവർ ഫാസിഖുകളാണെന്ന് ഹുക്മ ചെയ്യപ്പെടുകയില്ല. ഫിസ്ക് വേറെയാണ്, ബിദ്അത്ത് വേറെയാണ്. വിശ്വാസത്തിലുള്ള മഹാപാപമാണ് ബിദ്അത്ത്. കർമ്മരംഗങ്ങളിലുള്ള കർമ്മപരമായ കാര്യങ്ങളിലുള്ള പാപമാണ് ഫിസ്ക്. ഷഹാദത്തിന്റെ അധ്യായത്തിൽ ഫാസിഖും മുബ്തദിയും തമ്മിലുള്ള വ്യത്യാസം ഏറെ പ്രകടമാണ്. മൊത്തത്തിൽ മനുഷ്യർ 3 വിഭാഗങ്ങളാണെന്ന് പറയാം. വിശ്വാസത്തിൽ തെറ്റുപറ്റിയവരാണ് ഒരു വിഭാഗം, കർമ്മത്തിൽ തെറ്റുപറ്റിയവരാണ് മറ്റൊരു വിഭാഗം. വിശ്വാസത്തിലും കർമ്മത്തിലും തെറ്റ് സംഭവിക്കാതെ ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങളും ഉൾക്കൊള്ളുന്ന അനുഗ്രഹീത വിഭാഗമാണ് 3ാം വിഭാഗം. ഒരു വിഭാഗം വിശ്വാസത്തിൽ തെറ്റുപറ്റിയവരാണെങ്കിൽ മറ്റൊരു വിഭാഗം കർമ്മത്തിൽ തെറ്റുപറ്റിയവരാണ്. വിശ്വാസത്തിലും കർമ്മത്തിലും തെറ്റുപറ്റാതെ ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങളും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗവും. ഇങ്ങനെ മൊത്തം മനുഷ്യർ 3 വിഭാഗമുണ്ട്. വിശ്വാസത്തിലെ തെറ്റുകൾ എന്ന് പറയുമ്പോൾ അത് തന്നെ വിവിധ വകുപ്പുകളുണ്ട്. ശിർക്ക്, കുഫ്ർ, ബിദ്അത്ത് ഇവയെല്ലാം വിശ്വാസപരമായ തെറ്റുകളാണ്. താരതമ്യേന അപകടം കൂടിയതും കുറഞ്ഞതും ഈ വകുപ്പുകളിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ പ്രഥമ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ ഈ 3 വിഭാഗങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന വിശുദ്ധ വചനത്തിൽ 3 വിഭാഗം ആളുകളെ പരാമർശിക്കപ്പെടുന്നു. അൽ മഗ്ളൂബ് അലൈഹിം എന്ന് പറയുന്ന ഒരു വിഭാഗം, അദ്ദാല്ലീൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഒരു വിഭാഗം, അല്ലദീന അൻഅംത അലൈഹിം എന്ന് അല്ലാഹു പറഞ്ഞ അനുഗ്രഹീത വിഭാഗം. ഇവിടെ വിശ്വാസത്തിൽ തെറ്റ് സംഭവിച്ച ജനവിഭാഗങ്ങളാണ് അദ്ദാല്ലീൻ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ. എന്നാൽ വിശ്വാസത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല, കർമ്മങ്ങളിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചിട്ടുണ്ട്, അവരാണ് അൽ മഗ്ളൂബ് അലൈഹിം എന്നതിന്റെ വിവക്ഷ. അതേസമയം വിശ്വാസത്തിലോ കർമ്മത്തിലോ തെറ്റ് സംഭവിക്കാതെ ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങളും മാത്രം ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായ ഒരു വിഭാഗമുണ്ട്. ആ അനുഗ്രഹീത വിഭാഗത്തെക്കുറിച്ചാണ് അല്ലദീന അൻഅംത അലൈഹിം എന്ന് റബ്ബ് തആല പരാമർശിച്ചത്. അപ്പൊ വിശുദ്ധ ഫാത്തിഹ സൂറത്തിലെ പ്രാർത്ഥന ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒരു മുസ്ലിം ഓരോ ദിവസവും 5 നിസ്കാരങ്ങളിലായി
17 തവണ നിർബന്ധമായും നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണല്ലോ ഫാത്തിഹ. വിശ്വാസത്തിൽ തെറ്റ് സംഭവിച്ച അൽവാലീൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തരുതേ. കർമ്മത്തിൽ തെറ്റുപറ്റി സംഭവിച്ച അൽ മഗ്ലൂബ് അലൈഹിം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തരുതേ. വിശ്വാസത്തിലും കർമ്മത്തിലും തെറ്റ് സംഭവിച്ചിട്ടില്ലാത്ത ശരിയായ വിശ്വാസങ്ങളും കർമ്മങ്ങളും മാത്രം ഉൾക്കൊള്ളുന്ന അനുഗ്രഹീത വിഭാഗത്തിൽ തന്നെ എന്നെ ഉൾപ്പെടുത്തുകയും ആ വിഭാഗത്തിൽ തന്നെ എന്നെ നിലനിർത്തുകയും ആ വിഭാഗത്തിലായി തന്നെ മരിക്കാനുള്ള ഭാഗ്യം നൽകുകയും വേണമെന്നാണ് ആ പ്രാർത്ഥനയുടെ ചുരുക്കം. അപ്പോ എന്നെ ഫാസിഖാക്കരുത്, ഫാസിഖീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതേ, മുബ്തദീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതേ. ഫാസിഖും മുബ്തദിയുമല്ലാത്ത അഹ്ലുസുന്നയിൽ തന്നെ എന്നെ നിലനിർത്തി ജീവിതാന്ത്യം വരെ അങ്ങനെ തന്നെ നിലനിർത്തി ആ രൂപത്തിൽ തന്നെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്നാണ് ഓരോ മുസ്ലിമും ഓരോ ദിവസവും 17 തവണ നിർബന്ധമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്, മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ ഇമാം റാദി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം തഫ്സീറുൽ കബീറിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത് കാണാം. ജനങ്ങൾ 3 വിഭാഗങ്ങളുണ്ട്. ഇമാം റാദി റളിയല്ലാഹു തആല അൻഹു എഴുതുന്നു, സുമ്മ ഇന്ന അഹ്ലൽ ആലമി സലാസു തവായിഫ, മൊത്തം ലോക ജനത 3 വിഭാഗങ്ങളാണ്. അത്വായിഫത്തുൽ ഊല അൽ കാമിലൂനൽ മുഹഖിഖൂനൽ മുഖ്ലിസൂൻ വഹുമുൽ ലദീന ജമഉ ബൈന മഅരിഫത്തിൽ ഹഖ്ഖി ലിദാതിഹി വമഅരിഫത്തിൽ ഖൈരി ലിഅജ്ലിൽ അമലി ബിഹി വഇലൈഹിമുൽ ഇശാറത്തു ബിഖൗലിഹി അൻഅംത അലൈഹിം. വത്വായിഫത്തുൽ സാനിയ الذين أخلوا بالأعمال الصالحة وهم الفسقة وإليهم الإشارة بقوله ويل المغضوب عليهم. والطائفة الثالثة الذين أخلوا بالاعتقادات الصحيحة وهم أهل البدع والكفر وإليهم الإشارة بقوله ولا الضالين. മൊത്തം ലോകർ 3 വിഭാഗമുണ്ട്. വിശ്വാസത്തിലും കർമ്മത്തിലും കോട്ടം സംഭവിച്ചിട്ടില്ലാത്ത ശരിയായ വിശ്വാസങ്ങളും ശരിയായ കർമ്മങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം. അവരെക്കുറിച്ചാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹീതരെന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. മറ്റൊരു വിഭാഗം കർമ്മപരമായ കാര്യങ്ങളിൽ അബദ്ധവും തെറ്റും കുറ്റങ്ങളും സംഭവിച്ചവരാണ്. അവരെക്കുറിച്ചാണ് അൽ മഗ്ലൂബി അലൈഹിം അല്ലെങ്കിൽ വൈരിൽ മഗ്ലൂബി അലൈഹിം എന്നതുകൊണ്ട് സൂചിപ്പിച്ചത്. മൂന്നാം വിഭാഗം വിശ്വാസത്തിൽ തന്നെ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചവരാണ്. അവരെക്കുറിച്ചാണ് അൽവാലീൻ എന്ന് പറഞ്ഞത്. അങ്ങനെ വിശ്വാസത്തിൽ തെറ്റുപറ്റിയൊരു വിഭാഗം, കർമ്മങ്ങളിൽ തെറ്റുപറ്റിയൊരു വിഭാഗം, വിശ്വാസത്തിലും കർമ്മത്തിലും തെറ്റുപറ്റിയിട്ടില്ലാത്ത അനുഗ്രഹീത വിഭാഗം. ഇങ്ങനെ 3 വിഭാഗങ്ങളാണ് അവിടെ പരാമർശിക്കപ്പെട്ടതെന്ന് ഇമാം റാദി റളിയല്ലാഹു അൻഹു പ്രസ്തുത വചനം വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മുസ്ലിങ്ങളെ തന്നെ, ഇത് മൊത്തത്തിൽ ഇവിടെ വിശ്വാസം തെറ്റിയവരെന്ന് പറയുമ്പോൾ അതിൽ കുഫറും ബിദ്അത്തും എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ മൊത്തം പറഞ്ഞതാണ്. ഇനി മുസ്ലിം സമൂഹത്തിൽ തന്നെ 3 വിഭാഗമുണ്ടെന്ന് പറയാം. 3 വിഭാഗം ജനങ്ങൾ മുസ്ലിം സമുദായത്തിൽ തന്നെയുണ്ട്. വിശ്വാസത്തിലും കർമ്മത്തിലും തെറ്റ് സംഭവിക്കാതെ ശരിയായ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഉൾക്കൊള്ളുന്ന അനുഗ്രഹീത വിഭാഗം. അവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ, അല്ലെങ്കിൽ ഹും അഹ്ലുൽ അദാലത്തി മിൻ അഹ്ലുസുന്ന വൽ ജമാഅ. ഫാസിഖീങ്ങളല്ലാത്ത മുബ്തദീങ്ങളല്ലാത്ത സുന്നികൾ. അവർ വിശ്വാസത്തിലും കർമ്മത്തിലും തെറ്റുപറ്റിയിട്ടില്ലാത്തവരാണ്. മറ്റൊന്ന് വിശ്വാസപരമായി തെറ്റുപറ്റിയ വിദഅത്തുകാരായ മുബ്തദികൾ, മറ്റൊന്ന് കർമ്മപരമായി തെറ്റുപറ്റിയ ഫാസിഖീങ്ങൾ. ഇങ്ങനെ 3 വിഭാഗം മുസ്ലിം ഉമ്മത്തിൽ തന്നെയുണ്ട്. ളറൂരിയാത്തുകളായ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു എന്ന നിലക്ക് ഈ 3 വിഭാഗങ്ങളും മുസ്ലിങ്ങളാണ്. പരലോകത്തിൽ അവരെല്ലാവരും ഖുലൂദും ഫിൽ ജന്നക്ക് അർഹരാണ്.
ഹുലൂദും ഫിന്നാർ അല്ല. എന്നാൽ അതിൽ കർമ്മപരമായ അബദ്ധം പറ്റിയ ഫാസിഖീങ്ങളും വിശ്വാസത്തിൽ മഹാ തെറ്റുപറ്റിയ മുബ്തദികളും നരക ശിക്ഷക്ക് അർഹരാണ്. എന്നാൽ ഭൗതിക ലോകത്തെ സമീപനങ്ങളിലും ഇടപെടലുകളിലും ഈ വിഭാഗങ്ങളുമായുള്ള സമീപന രീതികളിൽ വ്യത്യാസമുണ്ട്. വിശ്വാസങ്ങളുടെയും കർമ്മങ്ങളുടെയും സുരക്ഷിതത്വത്തിനു വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഫാസിഖീങ്ങളുമായും മുബ്തദീകളുമായുള്ള സമീപന രീതികളിൽ ചില നിയന്ത്രണങ്ങളും പരിധികളും ഇസ്ലാമിക കർമ്മശാസ്ത്രം വിശദീകരിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുബ്തദിഇൽ രണ്ട് വശം ഉണ്ട്. നേരത്തെ തന്നെ പലതവണ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. കുഫ്ർ വരാത്ത വിദഅത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുബ്തദി മുസ്ലിമായ മുബ്തദിയാണ്. മുസ്ലിം എന്ന ഒരു വശം അവനിലുണ്ട്, മുബ്തദി എന്നൊരു വശവും ഉണ്ട്. മുസ്ലിം എന്ന വശം അനുഗ്രഹീതവും ആശ്വാസവുമാണ്. എന്നാൽ മുബ്തദി എന്ന ഭാഗം ഏറെ അപകടമുള്ളതാണ്. ഇവിടെ മുബ്തദിയും മുസ്ലിമല്ലേ എന്ന രാഘവത്തോടെ സമീപന രീതികളിലോ വിധിവിലക്കുകളിലൊന്നും യാതൊരു വേർതിരിവിന്റെയും ആവശ്യമില്ല എന്ന നിലക്ക് ചിന്തിക്കുന്നവർ സത്യത്തിൽ അവനിലുള്ള മുബ്തദി എന്ന വശം അപകടം കാണാതെ പോകുന്നവരാണ്. എന്നാൽ മുബ്തദി അല്ലേ എന്ന ചോദ്യത്തിന്റെ ഉള്ളിൽ മുസ്ലിമിനോടുള്ള യാതൊരു പരിഗണനയും അവനില്ല എന്ന നിലക്ക് മനസ്സിലാക്കുന്നത് അവനിലെ മുസ്ലിം എന്ന ഭാഗം അവഗണിക്കപ്പെടാനിടയുള്ള രീതിയാണ്. നമ്മുടെ മഹത്തുക്കളായ അയിമ്മത്തുൽ കിറാം റഹ്മത്തുള്ളാഹി അലൈഹിം അവര് മുബ്തദിഇനോടുള്ള സമീപന രീതികളും ഇടപെടലുകളും ഫിഖ്ഹിന്റെ ഓരോ അധ്യായങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ അയിമ്മത്ത് മുജ്തഹിദുകൾ പ്രധാനമായും ആ മുസ്ലിമായ മുബ്തദിയിലുള്ള രണ്ട് വശവും ഉൾക്കൊള്ളുകയാണ്. മുസ്ലിം എന്ന വശവും മുബ്തദി എന്ന അപകടമുള്ള വശവും രണ്ടും പരിഗണിച്ചുകൊണ്ട് മുസ്ലിം ആണല്ലോ എന്ന ഒരു വശവും എന്നാൽ ഏറെ അപകടമുള്ള മുബ്തദി ആണല്ലോ എന്ന വശവും രണ്ടും പരിഗണിച്ചുകൊണ്ട് പരിഗണിക്കേണ്ട രൂപത്തിൽ അത് പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് കർമ്മശാസ്ത്ര ഇമാമുകൾ വിശദീകരിച്ചിട്ടുള്ളത്. മുസ്ലിമല്ലേ എന്ന നിലക്ക് അവനിലുള്ള മുബ്തദിന്റെ അപകടങ്ങൾ കാണാതെ വയ്ക്കൂടാ. എന്നാൽ മുബ്തദി ആണല്ലോ എന്ന നിലക്ക് അവനിലുള്ള ഇസ്ലാം തീരെ പരിഗണിക്കാതെ എല്ലാ അർത്ഥത്തിലും കുഫാറുകളോടുള്ള മുസ്ലിങ്ങളല്ലാത്തവരോടുള്ള സമീപന രീതികൾ അവരോട് സ്വീകരിക്കാനും പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഫാസിഖും. ഫാസിഖ് മുസ്ലിമായ ഫാസിഖ് അവനിൽ മുസ്ലിം എന്ന ഒരു വശമുണ്ട്, എന്നാൽ ഫാസിഖ് എന്ന വശവുമുണ്ട്. മുസ്ലിം എന്ന വിശേഷണം ആശ്വാസകരമാണ്, അനുഗ്രഹീതമാണ്. എന്നാൽ ഫാസിഖ് എന്ന വിശേഷം അപകടമുള്ളതാണ്. നമ്മുടെ കർമ്മശാസ്ത്ര ഇമാമുകൾ മുസ്ലിം എന്ന വിശേഷണവും ഫാസിഖ് എന്ന വിശേഷണവും രണ്ടും പരിഗണിക്കേണ്ട രൂപത്തിൽ അർഹമായ വിധത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് ഫാസിഖിനോടുള്ള മുബ്തദിയിനോടുള്ള ഇടപെടലുകളെക്കുറിച്ചും സമീപന രീതികളെക്കുറിച്ചുമെല്ലാം നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായ കൂടുതൽ വിശദീകരണങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഫിഖ്ഹിന്റെ മുഖദ്ദിമയാണ്. അത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ മൊത്തം ഇസ്ലാമിലുള്ള ഇഖ്തിലാഫുകൾ, വ്യത്യാസങ്ങൾ പല രൂപത്തിലുണ്ട്. ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫ്ർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇഖ്തിലാഫു സുന്ന വൽ ബിദ്അ എന്ന മറ്റൊരു വശമുണ്ട്. അതൊക്കെ ചെറിയ തോതിലൊന്ന് ഓർമ്മപ്പെടുത്തി അൽ ഇഖ്തിലാഫുൽ ഫർഇയ്യു കർമ്മപരമായ ഇഖ്തിലാഫുകൾ, ഫിഖ്ഹി മദ്ഹബുകളുടെ വ്യത്യസ്ത വീക്ഷണങ്ങൾ, അതിലേക്ക് കടക്കാൻ വേണ്ടിയാണ് നാം ഇങ്ങനെ ഒരു ആമുഖം തുടങ്ങി വെച്ചത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.